വാട്സാപ്പിൽ വന്നിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിലവർക്കൊക്കെ ഈ വാട്സപ്പിൻ്റെ ഈ അപ്ഡേറ്റ് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്കിപ്പോഴാണ് ഈ അപ്ഡേറ്റ് കിട്ടിയത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഈ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു സൂചന തന്നായിരുന്നു. അതായത് വാട്സപ്പിൻ്റെ സ്റ്റോറേജ്. നമ്മൾ മുമ്പൊക്കെ വാട്സപ്പിൽ ഒരു ചാറ്റിൻ്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ ചാറ്റിൻ്റെ സ്റ്റോറേജോ ഗ്രൂപ്പിൻ്റെ സ്റ്റോറേജോ ഒക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യും. കഴിഞ്ഞ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യും. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എടുക്കും. എന്നിട്ട് മാനേജ് സ്റ്റോറേജ് എടുക്കും. എന്നിട്ട് നിങ്ങളെ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് നോക്കിയിട്ട് നിങ്ങൾ ഏത് ഗ്രൂപ്പാണോ മുന്നിൽ കിടക്കുന്നത് അതിൻ്റെയൊക്കെ ആ ഗ്രൂപ്പിൻ്റെയൊക്കെ ഇത് നിങ്ങൾ ഒരുമിച്ചാണ് ഡിലീറ്റ് ചെയ്ത് നടത്തുന്നത്. എന്നാൽ വാട്സപ്പിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു ചാറ്റിലോ അതിൽ മീഡിയ, അതായത് വാട്സപ്പ് സ്റ്റോറേജ് കൂടുതലാണെങ്കിൽ അത് അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറിയൊരു സൂചന തന്നിരുന്നു. ആ അപ്ഡേറ്റ് എവിടെയാണ് കിടക്കുന്നത്, അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ വാട്സപ്പ് ഒന്ന് പോയി അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ടും ഈ ഓപ്ഷൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അടുത്ത അപ്ഡേറ്റിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും വാട്സപ്പിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതും ആണ്. ഇപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകും. അതിനായിട്ട് ഞാൻ ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഗ്രൂപ്പ് എടുത്തതിന് ശേഷം ഇവിടെ സാധാരണ പോലെ തന്നെ നമുക്ക് നമ്മൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നേരത്തെയൊക്കെ നമ്മളാണെങ്കിൽ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് അതിൽ പോയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ വന്നൊരു അപ്ഡേറ്റിൽ ഇവിടെ മാനേജ് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ ചാറ്റിൻ്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വേണ്ടാത്തതാണെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പീസിൻ്റെ ഓപ്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ അത് ടിക്ക് കൊടുത്തതിന് ശേഷം ഡിലീറ്റ് ഐറ്റംസ് കൊടുത്താൽ മതി. അത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഡിലീറ്റ് ആവുന്നതാണ്. ഒരു ചാറ്റിലും കൂടെ ഞാൻ ഇതുപോലെ കാണിച്ചു തരാം. അതായത് ഈ ഒരു ചാറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക. ചില ചാറ്റുകളിൽ ഈ ഓപ്ഷൻ വരണതല്ല, എന്നാൽ ചിലതിൽ വരണുണ്ട്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതും ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളല്ലേ ലൈക്ക് എന്നാൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരുടെ അടുത്ത് എത്തിക്കുകയുള്ളൂ. കാരണം അവർക്കും ഒരു അറിവായി മാറട്ടെ. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ എത്തിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കിയത്. ചിലവർക്കൊക്കെ നേരത്തെ തന്നെ കിട്ടിയായിരുന്നു. എനിക്കിപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ അപ്ഡേറ്റ് ചെയ്തിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഏതാനും ആഴ്ചക്കകം അല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റ് നിങ്ങൾക്കും ഈ ഫീച്ചർ വന്നിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക. MK Joyce എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഇതിൽ മാത്രമേ ഞങ്ങളെടുത്ത് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾ ഫോൺ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ അപ്ഡേറ്റിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരെ ഗുഡ് ബൈ.